ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായി കണ്ടിട്ട്. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇച്ചിരി ജോലി തിരക്കൊക്കെ ഉണ്ടായി, അത് കാരണം വീഡിയോസൊന്നും അധികം ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണേ. ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ പിക്നിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഗമണ്ണിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തിരക്ക് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് ദൂരമായി. അപ്പോൾ നല്ല നട്ടുച്ചയാണ്, 12-12:30 ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വിശന്നിരിക്കുക. അപ്പോൾ നല്ല മൂതാലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം ഹോട്ടലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഹോട്ടൽ തപ്പിയുള്ള നടത്താണ്. അതിൻ്റെ ഇടയിൽ റബ്ബർ തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ടായി. നല്ല രസമുണ്ട് കാണാൻ, കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിലല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ ഹോട്ടൽ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഹോട്ടൽ കിട്ടി. ഇത് പത്തായം ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഇത്. കുഴപ്പമില്ല, നോക്കാം എന്തായാലും. അപ്പോൾ ഞങ്ങളത് ഇവിടെ നിർത്തി കയറാൻ പോവുക, കാരണം വേറെ ഹോട്ടലൊന്നും കിട്ടിയില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ഊണൊക്കെ ആയിരുന്നു, നല്ലൊരു ലൈറ്റായിട്ടുള്ള ഊണായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് നല്ല ഫുഡ് അടിയാണ്. അച്ഛനൊക്കെ ഇരുന്ന് നല്ല അടി അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളിത് നേരെ കഴിച്ചിട്ട് വാഗമണ്ണിലേക്ക് പോവാം. അങ്ങനെ ഭക്ഷണമായിട്ടുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീണ്ടും യാത്ര തുടങ്ങി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിൽ നല്ല മലകളൊക്കെ കാണുന്നുണ്ട്, അതായത് ഘാട്ട് കയറാറായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെയൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് മൊട്ടക്കുന്നാന്ന് തോന്നുന്നു, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. മരങ്ങളുടെ ഇടയിൽ കൂടെ കാണാൻ പറ്റുള്ളൂ, കാരണം നിറയെ മരങ്ങളാണ് റോഡ് സൈഡിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ പറ്റണ പോലെ എടുക്കുന്നുണ്ട്. ഇവിടെ നിറയെ റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ, ഫുൾ റബ്ബർ തോട്ടങ്ങളാണ്. ഞങ്ങൾ വരണ വഴി നിറയെ റബ്ബർ തോട്ടങ്ങൾ കണ്ടു. നല്ല രസമുള്ള റോഡുമാണ്, പിന്നെ നല്ലൊരു ചെറിയ തണുപ്പുണ്ട്, നല്ലൊരു കൂളായിട്ടുള്ളൊരു അന്തരീക്ഷം. ഇന്ന് അച്ഛനാണ് വണ്ടി ഓടിക്കണേ, കാരണം സാധാരണ എനിക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമായതുകൊണ്ട് അച്ഛൻ തരാറുണ്ട്. ഇന്ന് എനിക്ക് വീഡിയോ എടുക്കേണ്ടതുള്ളതുകൊണ്ട് അച്ഛൻ ഓടിക്കുകയാണ്. പോകുന്ന വഴി വീണ്ടും ഒരു റബ്ബർ തോട്ടം കണ്ടു, അത് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങളൊന്ന് വണ്ടി നിർത്തി അവിടെ ഒന്ന് നോക്കാമെന്ന് വെച്ചിറങ്ങി. അപ്പോൾ ഒരു മരത്തിൽ റബ്ബർ എടുത്തിട്ട് അതിൻ്റെ കല അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വെച്ചു. ഈ മരത്തിൽ ഇങ്ങനെ കുറേ ഡിസൈൻ കാണുന്നില്ലേ, അതെന്ന് പറയുന്നത് ഈ കലത്തിലേക്ക് റബ്ബർ പാലൊഴുകി വരാൻ വേണ്ടി ഇതിൻ്റെ ആൾക്കാർ ചെത്തി വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ റബ്ബർ പാലൊക്കെ ഒഴുകി അത് നിറഞ്ഞു, അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് ആ കലം തിരിച്ച് വെച്ചേക്കുന്നതാണ് കാണുന്നത്. നല്ലൊരു റിലാക്സിങ് വൈബിലാണ് ഇരിക്കുന്നത്, കാരണം ഒരു വെക്കേഷൻ പോലെയാണല്ലോ, വീട്ടുകാരും എല്ലാവരും ഒത്തുകൂടുന്ന ഒരു വെക്കേഷൻ മൂഡാണ് ശരിക്കും എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുക. ഇത് നല്ലൊരു ദൂരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല മല കണ്ടു, പക്ഷേ ഘാട്ട് ഇതുവരെ എത്തിയിട്ടില്ല. വാഗമണിൻ്റെ അയൽപ്പക്കത്ത് എത്തിയിട്ടില്ല ഞങ്ങളിതുവരെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുക, ഡോറയുടെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഹെയർ പിൻ വളവെത്തി. ഫ്രണ്ടിലൊരു ലോറിയൊക്കെ ഉണ്ട്, ഞങ്ങൾ തള്ളിവിട് ഹൈലസാന്നൊക്കെ പറഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹെയർ പിന്നൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കയറാൻ. അപ്പോൾ ഫസ്റ്റ് ഹെയർ പിൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ വാഗമണ്ണിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് നിമിഷവും നമ്മൾ വാഗമണ്ണിൽ എത്തിച്ചേർന്നതാണ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ദൂരമുണ്ട്. കാരണം നമ്മൾ മലയുടെ താഴെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വാട്ടർഫോളൊക്കെ കണ്ടു, പക്ഷെ നിർത്തിയില്ല, കാരണം അവിടെ ഏതോ ഒരുത്തം കുളിക്കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം പോന്നു. അപ്പോൾ റോഡിൽ നല്ല ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും റബ്ബർ തോട്ടം തന്നെയാണ്, പക്ഷേ ഇങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു കുളിർമ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചില്ലൊക്കെ തുറന്നിട്ടിട്ടാണ് പോയത്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിത് വന്നപ്പോൾ ഒരു സ്പോട്ട് കണ്ട് നിർത്തി. ഒരു രക്ഷയില്ല, മുടിഞ്ഞ ഭംഗി. അപ്പോൾ ഞങ്ങളിത് അവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വെച്ചിട്ട് എല്ലാവരും കൂടെ ഒന്ന് നിർത്തി. എന്ത് രസം, നല്ല ഇങ്ങനെ മലയൊക്കെ വരച്ച് വെച്ച പോലെ ഉണ്ട്, എന്താ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെയും നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്.
അങ്ങനെ ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങിയപ്പോൾ ദേ ഇവിടെ കുറേ കടകൾ ഒരു റോഡ് സൈഡിൽ കണ്ടു. അത് അവിടെ നല്ല ചായയൊക്കെ കിട്ടും, നല്ല ചായക്കടയും ഐസ്ക്രീം കടയൊക്കെ ഉണ്ട്. ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ കുടിച്ചിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്, നല്ല വ്യൂ ഒക്കെ കിട്ടും അവിടെ നിർത്തിയാൽ. അപ്പോൾ അങ്ങനെ ദേ നമ്മളൊരു സിറ്റിയിലെത്തിയിട്ടുണ്ട്. വാഗമൺ ശരിക്കും ഞങ്ങൾ എടുത്തേക്കുന്ന റിസോർട്ട് എന്ന് പറഞ്ഞാൽ വാഗമണ്ണിന് കുറച്ച് മുമ്പാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ലെഫ്റ്റ് തിരിയാണ് ഞങ്ങൾ GPS കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ ലെഫ്റ്റ് തിരിഞ്ഞു. ഇനി റിസോർട്ടിലേക്ക് നേരെ പോവുക ചെയ്യുക. അപ്പോൾ നമുക്ക് പോവാം. ഈ റിസോർട്ടിൻ്റെ പേരെന്ന് പറയുന്നത് വിൻ്റർവീൽ റിസോർട്ട് എന്നാണ്. നല്ല റിസോർട്ടാണെന്നാണ് കണ്ടേ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇനി ഇതാ ഒരു 50 മീറ്റർ എന്ന് കാണിക്കുന്നുണ്ട് ആ ബോർഡിൽ. അപ്പോൾ ഇനി ഒരു 50 മീറ്ററും കൂടെ ചെന്നാൽ നമ്മൾ റിസോർട്ടിലെത്തുന്നതായിരിക്കും ഫ്രണ്ട്സ്. സൈഡിലൊക്കെ നല്ല ചെടികളൊക്കെ ഉണ്ട്. നല്ല ഭയങ്കര രസമുള്ള ഭംഗിയുള്ളൊരു വഴിയാണ്. പക്ഷെ കുടിസ് വഴിയാണ്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുന്നു. ഇതാ അപ്പോൾ അവിടെ ഒരു ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വന്നു. ഫ്രണ്ടിൽ തന്നെ ഒരു ആനയൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു വിൻറ്റേജ് കാറൊക്കെ ഉണ്ട്. നല്ല രസമുള്ളൊരു പ്രകൃതി രമണീയമായ റിസോർട്ടാണ്. അപ്പോൾ അവർ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു, നല്ല ചുക്ക് കാപ്പിയൊക്കെ തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് അവിടെ അച്ഛനും മാമനും ഒക്കെ അവിടെ റിസോർട്ടിൻ്റെ ചെക്ക് ഇൻ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നല്ല റിസപ്ഷനൊക്കെയാണ്, നല്ല ഭംഗിയുള്ള ഒരു രസമുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കുറേ ആൻറ്റിക് പീസൊക്കെ വെച്ചിട്ടുണ്ട്. ചായ കുടിക്കുമ്പോൾ അങ്ങനെ ഞങ്ങളിത് റൂമിലേക്ക് വന്നു. നല്ല റൂം, നല്ല നീറ്റായിട്ടുള്ളൊരു റൂമാണ് കിട്ടിയിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോട്ടേജ് എടുത്തേക്കണേ. കാരണം ഞങ്ങൾ മൊത്തം 6-7 പേരായിട്ടുണ്ട്. അപ്പോൾ താഴെ മുകളിലുമായിട്ടൊരു കോട്ടേജിൽ തന്നെ താഴെ മുകളിലും റൂമായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റൂം. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷായി ചായ കുടിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് വന്നപ്പോൾ അവിടെ നല്ലൊരു ഭയങ്കര ഒരു അടിപൊളി സംഭവം ഉണ്ടായിരുന്നു. പഴയൊരു ചായക്കടയും പഴയ സിനിമ പോസ്റ്ററിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഫീലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് ചായയൊക്കെ കുടിക്കാമെന്ന് വെച്ച് ചായയൊക്കെ കുടിച്ചു. നല്ല ചായ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കാനിറങ്ങി. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോൾ ചിൽഡ്രൻസ് പാർക്ക് കണ്ടു. അവിടെ ഇങ്ങനെ ഊഞ്ഞാലും സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും വന്നപ്പോൾ ഒരു സ്ഥലത്തെത്തി. ഇത് റെയിൻ ഡാൻസ് ഫ്ലോർ എന്നാണ് പറയുക. ഇതെന്താ സംഭവം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സമയമായിട്ടില്ല, ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് സ്റ്റാർട്ടാവും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങളൊന്ന് നടക്കാനിറങ്ങി. ഇതൊക്കെ റിസോർട്ടിനകത്ത് തന്നെയാണ്. റിസോർട്ടിനകത്ത് നിറയെ നടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങളിത് നടന്ന് താഴേക്കെത്തി. കുറേ ദൂരം എത്തി. അപ്പോൾ ഇനി നടക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും നിൽക്കുക. അപ്പോൾ അവിടെയും പ്രകൃതി രമണിയെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഭയങ്കര രസമുണ്ട്. താഴ്ചയാണ് കേട്ടോ. ഇതൊരു കൊക്കയാണ് ശരിക്കും. അപ്പുറത്ത് ഭയങ്കര വലിയൊരു കൊക്കയാണ്. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുക. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ദൂരെ ഒരു ആൾരൂപം കണ്ടു. അത് മനുഷ്യനാണോ അതോ വേറെ എന്തെങ്കിലും സ്റ്റാൻഡാണോ എന്നൊക്കെ ഞങ്ങൾ നോക്കി നിരീക്ഷണത്തിലാണ്. അയാൾ നിരീക്ഷണത്തിലാണ്. അങ്ങനെ അവിടെ റെയിൻ ഡാൻസ് തുടങ്ങി. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇതാണ് റെയിൻ ഡാൻസ് ഫ്ലോർ. ഇതിലിങ്ങനെ മുകളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, മരങ്ങളുടെ ഇടയിൽ പൈപ്പ് ഉണ്ട്, അതിൽ കൂടെ മഴ പെയ്യും. കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് രാത്രി ആകുമ്പോഴാണ് ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് ഇത് കാണാൻ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടി ഒരാൾ പോയിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമായിട്ട് എൻജോയ് ചെയ്യേണ്ടത്. എൻ്റെ മാമനാണ്. മാമൻ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനി ഞങ്ങളും ഒന്ന് ഇറങ്ങണം. അങ്ങനെ റെയിൻ ഡാൻസ് ഒക്കെ കഴിഞ്ഞത് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. എന്നൊക്കെ പറഞ്ഞ് ഡിന്നറായിട്ടുള്ള നല്ലൊരു യുദ്ധമൊക്കെ അങ്ങോട്ട് നടത്തി.
നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമായി, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് നടക്കാനിറങ്ങി. അപ്പോൾ അത്താഴം കഴിഞ്ഞ് അരക്കാതെ നടക്കണം എന്നാണല്ലോ ചൊല്ല്. അപ്പോൾ അങ്ങനെ ഇത് ഈ പാർക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് നേരെ നമുക്ക് പാർക്കിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളവിടെ പാർക്കിലൊക്കെ കുറേ നേരം ഇരുന്നു. നല്ല രസമുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ നല്ലൊരു വൈബാണ് ഇവിടെ, നല്ലൊരു രസമുള്ള ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വെറ്ററും ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടാണ് നടക്കണേ. അങ്ങനെ ഞങ്ങൾ നടന്ന് വന്നപ്പോൾ ദേ ഇവിടെ ഒരു കുതിരവണ്ടിയും പിന്നെ ഒരു ഇരിക്കാനുള്ളൊരു ഷെഡൊക്കെ കണ്ടു. അത് നല്ല രസമായിരുന്നു. ഞങ്ങൾ അവിടെ കയറി നിന്നു. ഭയങ്കര ഒരു വൈബായിട്ട് തോന്നി. അവിടെ അപ്പുറത്ത് ഒരു ചെറിയ കൊക്കയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കാണാനൊക്കെ നല്ല രസമാണ്. താഴെ ഇങ്ങനെ പുല്ലൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇല്ലേ, അതൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായി. ഇരിക്കാം നമുക്ക്, നല്ല രസമുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പാണ്. അതേ ദൂരെ നിന്ന് കുറേ കാഴ്ചകളൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു അപ്പുറത്തൊരു റിസോർട്ട്, അത് ഞാൻ കാണുന്നില്ലേ, അതൊരു റിസോർട്ടാണെന്ന് തോന്നണേ. അപ്പോൾ അത് നല്ലൊരു രസമുള്ളൊരു വൈബാണ്. കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര, ലോകം അവസാനിക്കാറായോ? ഫ്രണ്ട്സ്, ഇന്നലെ രാത്രി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുറേ നേരം വേറെ ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു ആ ഷെഡിൽ, എന്നിട്ട് കിടക്കാൻ വന്നു. അപ്പോൾ ദേ ഇന്ന് നല്ലൊരു ദിവസമാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. സ്വെറ്ററൊക്കെ ഇട്ടിട്ടായിരിക്കണേ. അപ്പോൾ ദേ ആകാശത്ത് സൂര്യൻ വെള്ള കീറി എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ടൊക്കെ എടുത്ത് കീറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാവട്ടെ. എനിക്ക് നിറയെ വീഡിയോസും നിറയെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റട്ടെ. ഇന്നിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ഒന്ന് നടക്കാൻ പോവും. ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് നടക്കാൻ. അപ്പോൾ പിന്നെ ഫസ്റ്റ് തന്നെ ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് നമുക്ക് നടക്കാൻ പോവാം. നേച്ചേഴ്സ് വാക്ക്. നടന്ന് കിളി പോയി. ഞങ്ങൾ കുറേ നടത്തത്തിന് ശേഷം തിരിച്ച് ഞങ്ങൾ റിസോർട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അതായത് റിസോർട്ടിലേക്കുള്ള വഴിയാണ് നേരെ കാണുന്നത്. അതേ സൈഡിലൊക്കെ ഫുൾ മഞ്ഞ് മൂടിയിരിക്കുക കേട്ടോ. അപ്പുറത്ത് മലയൊന്നും കാണാനേ പറ്റണില്ല. എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഭയങ്കര ഫോഗൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട് കാണാൻ. ഭയങ്കര ഒരു ഫീലാണ് ഇവിടെ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല, പക്ഷേ ഞങ്ങളത് ചായ കുടിക്കാൻ വന്നതാണ്. അവിടെ ബുഫേ ഒക്കെ റെഡി ആവണേ ഉള്ളൂ. ഇവിടെ ഇരുന്ന നല്ല വ്യൂവാണ്. ഇവിടെ നിന്ന് ഭയങ്കര വ്യൂ ആണ്. നമ്മുടെ റൂം അവിടേക്ക് പോയാല, നേരെ അവിടേക്ക് പോയാൽ നേരെ പോകും. ഇതേ അവിടെ എല്ലാവരും സെറ്റിലായി കഴിഞ്ഞു. അപ്പം ഇനി ചായ കുടിച്ചിട്ടാവും. ഇവിടെ നമുക്കത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് എന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നല്ല ഫുഡാണ്, നല്ല നീറ്റ് ഫുഡാണ്. എനിക്ക് ഭയങ്കര കണ്ടപ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നി. നല്ലൊരു രസമായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ബുഫേ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ കോംപ്ലിമെൻ്ററി, ബാക്കിയെല്ലാം പൈസ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡ്. വെറുതെ എടുക്കുക. അങ്ങനെ ഇത് നല്ല കാപ്പിയൊക്കെ കിട്ടി. നല്ല സൂപ്പർ കാപ്പി, സ്ട്രോങ് കാപ്പിയാണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ചത്, ഈ ഫുഡൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിനി ഇറങ്ങാനുള്ള പരിപാടി നോക്കാൻ പോവാം.
വന്നപ്പോൾ ഇത് ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഒരു 7:30 7:45 ഇത് നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടി നോക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ റൂമിലേക്ക് നടക്കാൻ പോകുന്ന വഴി ഇതേ നിറയെ ചെടികളും പൂക്കളും ഒക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭംഗിയൊന്ന് നോക്കി ആസ്വദിച്ച് നിൽക്കുക. ലില്ലിപ്പൂ കണ്ട് ഞങ്ങൾ ലില്ലിപ്പൂവിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലില്ലിപ്പൂ എന്ത് ഭംഗിയാണ്. ലില്ലിപ്പൂവും ചെടികളും നിറഞ്ഞ നടപ്പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് രസമുള്ള പാത. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങളൊരു ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ പാരാഗ്ലൈഡിനും അങ്ങനത്തെ കുറേ റൈഡുകളൊക്കെ കാണാൻ വേണ്ടി ഒരു പാർക്കിലെത്തി. നല്ല രസമുള്ളൊരു പാർക്കാണ്. അവിടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, കാറ് പാർക്ക് ചെയ്തു. കുറച്ച് ദൂരെ കൊണ്ട് പാർക്ക് ചെയ്യേണ്ടി വന്നു, കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഇന്ന് ശരിക്കും ഞായറാഴ്ചയാണ്, അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കുണ്ടല്ലോ, ഇതുപോലത്തെ ടൂറിസ്റ്റ് പ്ലേസസിലൊക്കെ അതിൻ്റെ തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളിത് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു ഊഞ്ഞാലയൊക്കെ കണ്ട്, അത് കപ്പിൾസിനാണെന്ന് തോന്നുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുക. അതിങ്ങനെ താഴേക്ക് വലിച്ചിട്ട് പിന്നെ മുകളിലേക്ക് വലിച്ചിട്ട് വിടും. അപ്പോൾ ഭയങ്കര ദൂരെ പോവും. അപ്പോൾ അതൊക്കെ കാണാൻ പോവാം. അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ടു നിന്നപ്പോൾ നമ്മുടെ ഒരു KSRTC ബസ്, ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ KSRTC ബസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹമുള്ളവർക്ക് ബസ് വഴി സുഖമായിട്ട് വരാം. അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്നൊക്കെ തിരിച്ചു. ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ പോണ വഴി ഒരു നല്ലൊരു വ്യൂ കണ്ടു. അതായത് ഈ ചായലത്തോട്ടവും അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ച് നിർത്തിയതാ. അപ്പോൾ ഇതോടെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.